രേഖാചിത്രം എന്ന ചെറിയ സിനിമയുടെ വലിയ വിജയത്തിന് കാരണമായ മറ്റൊരാളാണ് മമ്മൂട്ടി. രേഖാചിത്രം റിലീസിന് മുന്നേ മുതൽ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്ന ചർച്ചകളും അഭ്യൂഹങ്ങളും മമ്മൂട്ടി ചിത്രത്തിൽ അതിഥി വേഷത്തിൽ എത്തുമോ എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അണിയറ പ്രവർത്തകർ ഇതൊരു സസ്പെൻസായി നിലനിർത്തി. 80കളിലെ മമ്മൂട്ടിയാണ് ചിത്രത്തിൽ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുനഃസൃഷ്ടിച്ചത്. പിന്നീട് സിനിമ റിലീസ് ചെയ്തതിനു പിന്നാലെ മമ്മൂട്ടി ചേട്ടനെ പ്രേക്ഷകർ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാമല്ലോ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയ മമ്മൂട്ടി ചേട്ടന് പിന്നിലെ കഥ പങ്കുവച്ചിരിക്കുകയാണ് മമ്മൂട്ടി. ഈ സിനിമയിൽ ഞാൻ 2 വാക്കേ സംസാരിച്ചിട്ടുള്ളൂ. സിനിമയ്ക്ക് കഥയുടെ കഥയുണ്ട്. സിനിമയിൽ വന്ന കാലത്ത് വുഡ്ലാൻഡ് ഹോട്ടലിൻ്റെ അഡ്രസ്സായിരുന്നു നാനയിൽ കൊടുത്തിരുന്നത്. ആരാധകരുടെ കത്തുകൾ തുടങ്ങിയ കാലമായിരുന്നു അത്. ഷൂട്ടിംഗ് കഴിഞ്ഞ് റൂമിലെത്തുമ്പോൾ ഒരു ചാക്ക് നിറയെ കത്തുകൾ ഉണ്ടാവും. അന്ന് ശ്രീനിവാസൻ എൻ്റെ മുറിയിലെ നിത്യസന്ദർശകനായിരുന്നു. ഒഴിവു സമയങ്ങളിൽ ശ്രീനിവാസനാണ് ഈ കത്തുകൾ വായിക്കുന്നത്. ആ കത്തുകളിൽ ഒന്നാണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടന്. ആ കഥയാണ് പിന്നീട് മുത്താരംകുന്ന് POയിൽ ശ്രീനിവാസൻ ഉൾപ്പെടുത്തിയത്. അതാണ് മമ്മൂട്ടി ചേട്ടൻ്റെ കഥയുടെ പിന്നിലുള്ള കാര്യം. രേഖാചിത്രം വേറെയാണ്. അന്ന് കത്തെഴുതിയ ആരാധകരിൽ ഒരാളാണ് പ്രധാന കഥാപാത്രം എന്ന് മമ്മൂട്ടി പറയുന്നു. രേഖാചിത്രത്തിൻ്റെ കഥയാണ് സിനിമയുമായി സഹകരിക്കാൻ കാരണമെന്ന് മമ്മൂട്ടി വ്യക്തമാക്കി. സിനിമ വലിയ വിജയമാക്കി തന്ന പ്രേക്ഷകരോട് നന്ദി അറിയിക്കേണ്ട ചുമതല തനിക്കുണ്ട്. സിനിമ വിജയത്തിലേക്ക് കുതിക്കട്ടെ എന്നും ആശംസിക്കുന്നു എന്നായിരുന്നു ചിത്രത്തിൻ്റെ ആഘോഷവേളയിൽ മമ്മൂട്ടി പറഞ്ഞത്. 1985 ഭരതൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കാതോട് കാതോരം എന്ന ചിത്രവുമായി രേഖാചിത്രത്തിൻ്റെ കഥയ്ക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന ജോണറാണ് രേഖാചിത്രം എന്ന സിനിമയിൽ സംവിധായകൻ ജോഫിൻ T ചാക്കോ പരീക്ഷിച്ചിരിക്കുന്നത്. ആ പരീക്ഷണം വിജയമായി എന്നതാണ് സിനിമയ്ക്ക് ലഭിക്കുന്ന വലിയ പിന്തുണ അറിയിക്കുന്നതും.